അവൻ പാവം ഏറ്റെടുത്തവൻ അതങ്ങനെ നിൽക്കുന്നു. സെക്കൻഡ് ഡേ ബ്രദർ പറഞ്ഞിരുന്നു, നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഈശോ നിങ്ങൾക്ക് വേണ്ടി ഗസ്തമനിൽ പ്രാർത്ഥിച്ചു, അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടി, അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു ബോധ്യം കിട്ടി, എനിക്കായി ഗസ്തമനിൽ പ്രാർത്ഥിച്ചവൻ, ആ പ്രാർത്ഥിച്ചവൻ എൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് പ്രാർത്ഥിക്കുന്നതെന്ന്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, തോട്ടായിരുന്നു. പിന്നെ എന്താണ് പ്രവൃത്തി? കർത്താവ് പകർന്നു തന്നാൽ എൻ്റെ പരിസേൻ്റെ എൻ്റെ ഉള്ളിൽ താഴുമ്പോഴത്തേക്കും എൻ്റെ കൃപ വളരുമ്പോഴത്തേക്കും എനിക്ക് കർത്താവിൻ്റെ കരുണ ഫുൾ സ്വിങ്ങിൽ മനസ്സിലാവാൻ പറ്റും. എന്നിട്ട് ആ കരുണ മറ്റുള്ളവരിലോട്ട് ഒഴുകും. അതാണ് പ്രവൃത്തി എന്ന് ഞാൻ ഇൻഫർ ചെയ്യുന്നു. തെറ്റുണ്ടെങ്കിൽ ബ്രദർ തിരുത്തും. പിന്നെ ധൂപം അർപ്പിക്കുന്നത് സൂപ്പറായിരുന്നു. ധൂപം അർപ്പിക്കുന്നത്, നോഹയുടെ ധൂപം അർപ്പിച്ചപ്പോഴത്തേക്കും കർത്താവ് നശിപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. അത് വിശുദ്ധ ബലിക്ക് മുമ്പ് ധൂപം അർപ്പിക്കുമ്പോൾ നശിപ്പിക്കില്ല ഇല്ല, സ്വർഗത്തിൽ കൊണ്ടുപോകും വീട് പറയാം. അത് സൂപ്പർ. ശരിക്കും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒരു നല്ലൊരു ബൊഫേ കഴിച്ചൊരു ഇതായിരുന്നു. എന്നിട്ട് ഫ്രാൻസിസ് അസീസി ഈ സഹനം, അതായത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്, പലപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചരലിന് മണ്ടൽ നമ്മളെന്തിനാ കാര്യം നിശ്ചയിടാൻ വേണ്ടി. ശരിക്കും നമ്മളതിൻ്റെ വിശുദ്ധന്മാർ ചെയ്ത ആ ഒരു കാര്യത്തെ നമ്മൾ ഒരു ചീപ്പാക്കുന്നതാണ്. വിശുദ്ധന്മാർ ചെയ്തത് കർത്താവിൻ്റെ ആ ഒരു കരുണ അനുഭവിച്ചിട്ട് സ്നേഹത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡിൽ ആ കർത്താവിൻ്റെ വേദനയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അങ്ങനെ ഒരു ബോധ്യത്തിൽ ചെയ്താൽ ദാറ്റ് ഇസ് ഗുഡ്. അല്ലാതെ വെറുതെ നമ്മൾ ചീപ്പായിട്ട് ജോലിയില്ല അതില്ല ഇതില്ല എന്നുള്ള ചെയ്യുമ്പോഴാണ് അതിലൊരു സുഖമില്ലാതെ പോകുന്നത് ഞാൻ ഇൻഫർ ചെയ്യുന്നു. ഐ തിങ്ക് ദാറ്റ് ഇസ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നത്. ത്രിയേക ദൈവത്തിന് സ്തുതി. സഹോദരങ്ങളെ, എനിക്ക് ഈ ധ്യാനം ഒരു വലിയ അനുഭവമായിരുന്നു. ധ്യാനം എന്താണെന്നുള്ളത്, സാധാരണ ധ്യാനയോഗത്തിന് പോകും, അവിടെ 2 പേര് 3 പേര് വന്ന് പ്രസംഗിച്ചു, അവർ പോയി, പിന്നെ കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തെ പ്രാർത്ഥന. സാധാരണ നാട്ടിൻപുറത്ത് നടക്കുന്ന ധ്യാനമെന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഇവിടെ മുഴുവൻ സമയവും, ഏതാണ്ട് മുഴുവൻ സമയം നമ്മൾ ധ്യാനമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഈവനിങ്ങിലെ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ സ്വർഗത്തിലല്ല, സ്വർഗത്തിനും മേളിലും കൊണ്ടെത്തിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അത്ര എൻറ്റൻസായിട്ടുള്ളൊരു ധ്യാനം. അതെങ്ങനെ ദൈവം ഇത്രയും കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന്, ഒരു മനുഷ്യന് ഇത്രയും കഴിവ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ബ്രദർ ഈ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിച്ചിരുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവത്തിനുള്ള ഭക്തിയിൽ കൂടി നമുക്ക് അത് ലഭിക്കുന്ന ഒരു സംഗതി. അതെ, അത് കൂടി ദൈവം നമുക്ക് ദാനമായി തരുന്ന ഒരു സംഗതി. അപ്പം ദൈവഭക്തി കൂടുന്നതനുസരിച്ച് നമുക്ക് അതിനകത്ത് ആ ഒഴുക്കും കൂടും എന്നുള്ള അതായിരുന്നു എൻ്റെ ലിമിറ്റഡായിട്ടുള്ള എൻ്റെ ബോധം. പക്ഷേ അത് ഇത്ര വലിയ ഇന്ത്യൻ ഓഷനോ പസഫിക് ഓഷനോ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ അതെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നു എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അതും ഇവിടെ ഇരിക്കുന്ന ഒരാളെ പോലും ഒരു പ്രാവശ്യം പോലും കണ്ണടയ്ക്കാൻ ഒരു പ്രാവശ്യം പോലും തൂങ്ങാൻ അനുവദിക്കാതെ അത്ര രസകരമായി അതിനെ കൊണ്ടുപോയി അതിനെ കമൻ്റ് ചെയ്യാതിരിക്കാനൊക്കെ അതിൽ ഭയങ്കര ഒരു സംഭവമാണ് സാറേ. എനിക്കൊരു വലിയ അനുഭവമായിരുന്നു ഇത്. കൂടാതിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായ പണിയും. പക്ഷേ ഇവിടെ വന്ന് ഇന്ന് അത് പറയാനല്ല. കാരണം എനിക്കുണ്ടായ അനുഭവം ഇത്രയും പേരെ ഞാനൊന്ന് പറഞ്ഞാണ്. പക്ഷേ അന്നേരം നമ്മളിലൂടെ 10-20 പേരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ദിവസം തീർന്നു കഴിഞ്ഞപ്പോഴേ പ്രാർത്ഥിക്കണമെങ്കിൽ ആർക്കെങ്കിലും വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചാടിക്കയറി വന്നു. അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. ബ്രദറെല്ലാം കൂടെ നിലക്കൈ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കിവിടെ നടുവേദനയായിരുന്നു, പോകുന്നു. ഞാൻ പറഞ്ഞ നേരം നോക്കി എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ആദ്യത്തെ ദിവസ സംഭവമാണ്. എനിക്ക് അതിനുശേഷം അശേഷം പോലും ഫീൽ ചെയ്തിട്ടില്ല. എന്നെ വളരെയധികം ഭാരപ്പെട്ടിരുന്ന, പ്രത്യേകിച്ച് അത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അടുക്ക പോകണം എന്ന് മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരുന്ന ഒരു സംഗതിയാണ് അത്.
ആ ദൈവത്തിൻ്റെ കൃപയാൽ അത് മാറിക്കിട്ടി. അതെനിക്കൊരു സാക്ഷ്യം പറയണമാണ്. കാരണം പലരുടെയും വിശ്വാസം വർദ്ധിക്കുന്നതിന് അതൊരു പ്രയോജനമായ കാര്യമായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് നന്ദി.